CSR ഫണ്ടിന്റെ മറവിൽ അനന്തു കൃഷ്ണൻ എന്ന പ്രതി നടത്തിയത് സമീപകാലത്ത് സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പാണ്. ഓരോ ജില്ലകളിലും നൂറുകണക്കിന് പരാതികളാണ് അനന്തുവിനെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതുവരെ ലഭിച്ച പരാതികൾ പ്രകാരം 380 കോടിയോളം രൂപയുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. അനന്തുവിന്റെ തട്ടിപ്പിൽ പല രാഷ്ട്രീയ നേതാക്കളും കുടുങ്ങിയിട്ടുണ്ട്. സംസ്ഥാനത്തുടനീളം ഇത്രയും വലിയ തട്ടിപ്പ് നടത്താൻ അനന്തു കൃഷ്ണന് സാധിച്ചത് എങ്ങനെയാണ്? നോക്കാം തട്ടിപ്പിന്റെ വഴികൾ. ബഹുരാഷ്ട്ര കമ്പനികളുടെ CSR ഫണ്ട് കൈകാര്യം ചെയ്യുന്ന NGOയുടെ സംസ്ഥാന കോർഡിനേറ്ററാണ് താനെന്ന് അനന്തു കൃഷ്ണൻ വിശ്വസിപ്പിച്ചു. അതിനുശേഷം അനന്തു ചെയ്തത് കൂടി നമുക്കൊന്ന് നോക്കാം. ഇരുചക്ര വാഹനങ്ങൾക്ക് പകുതി പൈസ കൊടുത്താൽ ബാക്കി തുക CSR ഫണ്ട് ഉപയോഗിച്ച് നൽകുമെന്ന് ഉപഭോക്താക്കളെ വിശ്വസിപ്പിച്ചു. അതായത് 1,20,000 രൂപയുടെ ഒരു ബൈക്ക്, അതല്ലെങ്കിൽ സ്കൂട്ടി, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇരുചക്ര വാഹനം, അതിന് 60,000 രൂപ നിങ്ങൾ തന്നാൽ മതി, ബാക്കി 60,000 രൂപ കമ്പനിയുടെ CSR ഫണ്ടിൽ നിന്ന് എടുക്കും എന്നായിരുന്നു അനന്തു കൃഷ്ണൻ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചത്. തുടക്കം പഠന ഉപകരണങ്ങളും ഗൃഹ ഉപകരണങ്ങളും നൽകിക്കൊണ്ടായിരുന്നു. ആർക്കും സംശയം തോന്നിയില്ല. 1000 രൂപയ്ക്ക് 2000 രൂപയുടെ പഠന ഉപകരണങ്ങൾ നൽകി. വിശ്വാസം വന്നു. തീർന്നില്ല, 3000 രൂപയ്ക്ക് 3 മാസത്തിനുള്ളിൽ 6000 രൂപയുടെ തയ്യൽ മെഷീനും കൊടുത്തു. വിശ്വാസം ഇരട്ടിച്ചു. ആദ്യം പൈസ കൊടുക്കുന്ന കുറച്ചു പേർക്ക് നൽകി വിശ്വാസം നേടിയെടുക്കുന്നതായിരുന്നു അനന്തുവിന്റെ രീതി. കൂടുതൽ പേരെ ആകർഷിച്ചു കഴിഞ്ഞാൽ പിന്നീട് പറ്റിക്കും. സംസ്ഥാന വ്യാപകമായി സീഡ് സൊസൈറ്റികൾ രൂപീകരിച്ചു. ഇതിലേക്ക് പണം നിക്ഷേപിക്കാൻ വേണ്ടി ബ്ലോക്ക് തലത്തിലും സീഡിന് സൊസൈറ്റികൾ വന്നു. ഒരാളെ ചേർത്താൽ 5000 രൂപ കമ്മീഷൻ കൊടുക്കാം എന്ന മണി ചെയിൻ മാതൃകയിലായി പിന്നീട് പ്രവർത്തനം. മൂവാറ്റുപുഴയിൽ 9 കോടിയുടെ പരാതിയാണ് ആദ്യം കിട്ടിയത്. പെരുമ്പാവൂരിൽ 6 കോടിയുടെ പരാതി. സംസ്ഥാനത്തൊട്ടാകെ 350 കോടി രൂപയുടെ പരാതിയാണ് ലഭിച്ചിരിക്കുന്നത്. ഇനി രാഷ്ട്രീയ നേതാക്കളെ കൂടി നമ്മളൊന്ന് നോക്കാം. അനന്തു വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില നേതാക്കളെ കണ്ടതായി ചിത്രങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ആ ചിത്രങ്ങളിൽ കാണുന്നവരാണിവർ. ഇവർക്ക് അനന്തുവിനെ നേരിട്ടറിയാമോ എന്ന് നമുക്ക് നിശ്ചയമില്ല. പക്ഷേ അനന്തു വിശ്വസിപ്പിക്കാൻ വേണ്ടി ഇവരുടെ ചിത്രങ്ങൾ ഉപയോഗിച്ചു. നാഷണൽ NGO കോൺഫെഡറേഷന്റെയും ജനസേവാ സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഡിജിറ്റൽ ഗ്രാമം പദ്ധതിയുടെ ലാപ്ടോപ്പ് വിതരണോദ്ഘാടനം നിർവഹിച്ചത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തൊട്ടടുത്ത് നിങ്ങൾക്ക് ഈ പ്രതിയെ കാണാൻ സാധിക്കും. മറ്റു പ്രതികളെയും ഈ കൂടെയുണ്ടായിരുന്ന നേതാക്കന്മാരുടെ ചിത്രങ്ങൾ കൂടി കാണാം. LDFിലെയും UDFിലെയും BJPയിലെയും നേതാക്കളെ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ശ്രീ കുരുക്കോളി മൊയ്തീൻ MLA, ശ്രീ KT ജലീൽ MLA തവനൂർ, അതേപോലെ ഒരുപാട് നേതാക്കളെ ഈ ദൃശ്യങ്ങളിൽ കാണാം. ശ്രീ MK രാഘവൻ MP-യുടെ പേര് വരെ, നിജേഷ് അരവിന്ദ്, അതേപോലെ ഹൈബിയുടെ MP, ഇവരെയൊക്കെ ഉൾപ്പെടുത്തിയാണ് ഈ പദ്ധതിയിലെ ആദ്യത്തെ വിതരണോദ്ഘാടനങ്ങൾ നിർവഹിച്ചിരിക്കുന്നത്. 50% സാമ്പത്തിക സഹായത്തോടെ ജനകീയ ഇരുചക്ര വാഹന വിതരണം എന്നാണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത്. ഈ ജനകീയ ഇരുചക്ര വാഹന വിതരണമാണ് പൊട്ടിപ്പൊളിഞ്ഞ് പാളീസാവുക മാത്രമല്ല തട്ടിപ്പിൻ്റെ വലിയ ചൂണ്ടയായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. ഇത് ഈ പറയുന്ന തട്ടിപ്പുകാരനെ ആദരിക്കുന്ന ആളുകളെ പ്രേക്ഷകർക്ക് കാണാം. UDF എന്നോ LDF എന്നോ BJP എന്നോ വ്യത്യാസമില്ലാതെയാണ് നേതാക്കൾ ഇവർക്കൊപ്പം പരിപാടികളിൽ പങ്കെടുത്തിരിക്കുന്നത്. ആദരിക്കുന്നത് ഹൈബി ഈഡൻ, തൊട്ടപ്പുറത്ത് N രാധാകൃഷ്ണൻ MP, ഇപ്പുറത്ത് PC വിശ്വനാഥ്, അങ്ങനെ ഒരുപാട് നേതാക്കളെ പ്രേക്ഷകർക്ക് ഈ തട്ടിപ്പിലുള്ള മുഖ്യ പ്രതിയെ ആദരിക്കുകയോ ആ പ്രതിയുടെ സംരംഭങ്ങളിൽ ആ പ്രതി ക്ഷണിച്ചതനുസരിച്ച് പോയി സാധനങ്ങൾ വിതരണം ചെയ്യുന്നതോ ഒക്കെയായി കാണാൻ സാധിക്കും. ഇവർക്ക് നേരിട്ട് പ്രതിയുമായി എന്തെങ്കിലും ബന്ധമുണ്ട് എന്നല്ല നമ്മൾ പറഞ്ഞു വയ്ക്കുന്നത്. പക്ഷേ ഈ പ്രതി സാധാരണക്കാരായ മനുഷ്യരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഈ ചിത്രങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നത് വ്യക്തമാണ്. അങ്ങനെയാണ് ജനകീയ ഇരുചക്ര വാഹന പദ്ധതി കേരളം അടുത്ത കാലത്ത് കണ്ട ആട് മാഞ്ചിയം ഹൈറീച്ച് പോലെയുള്ള വലിയ തട്ടിപ്പായി മാറിയത്.